ഫാദറും സുഹൃത്തും മുന്നിലെ ദൃശ്യം കണ്ട് അമ്പരന്നു. മനുഷ്യാകൃതിയിൽ ഒരു ചുഴലിക്കാറ്റ്. ഇനിയും ഷോ തുടരും ഫാദർ. ഫാദർ, ആ തിരുവസ്ത്രത്തിൻ്റെ ബാക്കി കയ്യിലില്ലേ? ഉണ്ട്. ഈ ചുഴലിക്കെതിരെ ചെറിയൊരു ഇളങ്കാറ്റ് സൃഷ്ടിച്ചാലോ? ശരിയാ. ഫാദർ തിരുവസ്ത്രത്തിൻ്റെ ബാക്കിയെടുത്ത് ചുഴലിക്കാറ്റിന് നേരെ വീശി. അതോടെ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. പക്ഷെ പിശാചിൻ്റെ ശക്തി കുറഞ്ഞെന്ന് കരുതേണ്ട. നമുക്ക് ആ വീടിനടുത്തേക്ക് നടക്കാം. അത് വേണോ? അതിനകത്തെ മനുഷ്യരെ രക്ഷിക്കണ്ടേ ഫാദർ? വേണം. ഒപ്പം നമ്മളും സുരക്ഷിതരായിരിക്കണം. എങ്കിൽ മുന്നോട്ട് വച്ചകാൽ മുന്നോട്ട് തന്നെ. ദൈവമേ, കാത്തുകൊള്ളണമേ. അവർ ഫാം ഹൗസിനോടടുക്കും തോറും ചെന്നായ്ക്കളുടെ ഒരിടൽ ശക്തമായി. ഹോ, ചെവി പൊട്ടുന്നു. ചിലരുടെ ദേഷ്യത്തിൻ്റെ തീവ്രതയാണ് ആ ശബ്ദം. ഫാദർ, നമുക്ക് വേണ്ടത് ഇവർ ഈ മതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. ഭിത്തിയിൽ വിശുദ്ധ തൈലം തേക്കാം. ആ ഭിത്തിക്കപ്പുറം കടക്കാൻ പൈശാചിക ശക്തികൾ മടിക്കും. എങ്കിൽ വേഗമാകട്ടെ ഫാദർ. അടുത്ത നിമിഷം ഒരഗ്നിഗോളം അവർക്ക് മുന്നിലേക്ക് വന്നു വീണു. ഫാദർ, മാറൂ! അതിവേഗം തീ കരിയിലകളിലേക്ക് ആളിപ്പടർന്നു. ഫാദർ, പിന്നോട്ട് മാറൂ! ഇതിലും വലുതായിരിക്കും ഇനി വരിക. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇന്ന് ഈ ഫാം ഹൗസിൽ കടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാത്രിയുടെ ഈ യാമത്തിൽ പൈശാചിക ശക്തികൾക്ക് ഊറ്റം കൂടും. പക്ഷേ അവർ അടിമകളാക്കി വെച്ചിരിക്കുന്ന പാവം മനുഷ്യരെ ഓർക്കുമ്പോൾ നാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഫാദർ. എൻ്റെ കയ്യിൽ ഇനിയുള്ളത് ഈ കുരിശുമാല മാത്രം. വിശുദ്ധ വസ്ത്രവും ജലവുമൊക്കെ നാം ഉപയോഗിച്ചു കഴിഞ്ഞല്ലോ. അസാധാരണ വലിപ്പമുള്ള ഒരു വവ്വാൽ ഈ സമയം അവരുടെ തലയ്ക്ക് മുകളിലേക്ക് പറന്നു വന്നു. ഫാദർ, ആ കുരിശുമാല സൂക്ഷിക്കണം. ആ, ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് അവൻ്റെ നീക്കം. അതുമാത്രമല്ല, ശ്രദ്ധിച്ചോ, ഈ പുകയ്ക്ക് വല്ലാത്തൊരു മണമുണ്ട്. ഇരുവരും അതിശക്തമായി ചുമയ്ക്കാൻ തുടങ്ങി. കാറ്റിന് ശക്തി കൂടുന്നു. തൽക്കാലം നമുക്ക് പിന്തിരിയാം. വേറെ മാർഗമില്ല. വീശിയടിക്കുന്ന പുകയുടെയും വവ്വാലിൻ്റെ ചിറകടിക്കുമിടയിലൂടെ അവർ ഫാം ഹൗസിൽ നിന്ന് ദൂരേക്ക് മാറി. ഇന്ന് കറുത്തവാവാണ്. കണ്ടില്ലേ ഇരുണ്ട ആകാശം? അതെ, അമാവാസി നാളിൽ അവൻ തൻ്റെ അടിമകളെ വിളിച്ചു കൂട്ടിയതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണത്? അവൻ കൂടുതൽ ശക്തനാകാൻ പോകുന്നു. അതേസമയം ഫാം ഹൗസിനുള്ളിൽ പൈശാചിക ശക്തികളുടെ വിചിത്രമായ ചെയ്തികൾ തുടരുകയായിരുന്നു. വീഞ്ഞു കുടിക്കുന്നവരുടെ മുന്നിലേക്ക് പ്രഭു നടന്നെത്തി. ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഇന്ന് ഞാൻ കൂടുതൽ കരുത്തനാണ്. ഇന്ന് എൻ്റെ കൂടെ നിങ്ങളുണ്ട്. ഇനിയും അനുയായികൾ വരും. ഈ ഗ്രാമത്തിലെ മുഴുവൻ പേരും. ഹഹഹ. നിലാവില്ലാത്ത ആ രാത്രിയിൽ ഫാം ഹൗസിലും പരിസരത്തും പൈശാചിക ശക്തികളുടെ ശബ്ദങ്ങൾ നിറഞ്ഞു. അതേസമയം മറ്റൊരിടത്ത്, സാം, സൂക്ഷിച്ച്. മഞ്ഞ് മൂടിയത് കാരണം മുന്നിലേക്ക് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിനാണ് ഫോഗ് ലാമ്പ്. പെട്ടെന്ന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ റോഡിന് നടുവിലേക്ക് വന്ന് കൈനീട്ടി. അയ്യോ, ആരാണത്? ആരുമാകട്ടെ, വേഗം പോകാം. പ്രായമായ ആളല്ലേ, ഒന്ന് നിർത്തൂ സാം. വല്ല ഉടക്കിനുമാണ് ഭാവമെങ്കിൽ അയാൾ ഇടി വാങ്ങും. എന്താ? നിങ്ങൾ എന്നെ കൂടി കാറിൽ കയറ്റാമോ? എന്നിട്ടെന്തിനാ? അല്പം ദൂരേക്കാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി. അങ്ങനെ അയാൾ കാറിൽ കയറി. പഴയൊരു പ്രഭുവിൻ്റെ കൊച്ചുമകനാണല്ലേ നിങ്ങൾ, ലോർഡ് കോൺറാഡ്? അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കോൺറാഡ് പ്രഭു ചിത്രങ്ങൾ സ്വന്തമാക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരുന്നു. ദൈവമേ, ആരാണ് നിങ്ങൾ? നിങ്ങൾ പണത്തിനായി ഒരു പ്രഭുവിൻ്റെ ഛായാചിത്രം ലേലക്കമ്പനിക്ക് നൽകിയിരുന്നു. അതെ, ശരിയാണ്. അതിന് നിങ്ങൾക്കെന്താ? വലിയ തെറ്റാണ് നിങ്ങൾക്ക് പറ്റിയത്. ഈ ലോകത്തോട് ചെയ്ത ചതി എന്ന് ഞാൻ പറയും. ഞാൻ ഈ ലോകത്തെ ചതിച്ചെന്നോ? അസമ്മതം പറയരുത്. അസമ്മതം കാട്ടിയത് താങ്കളാണ്. ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം എന്തെന്നറിയാതെ പണത്തിനായി അത് വിറ്റു. ഇതെൻ്റെ കാറാണ്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇറക്കി വിടും. സാം, അയാൾ പറയട്ടെ. നിങ്ങൾ പറയൂ, ആ ചിത്രത്തിന് എന്താണ് പ്രത്യേകത? അത് നിങ്ങളുടെ മുത്തച്ഛന് കിട്ടിയത് റുമേനിയയിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ട്രാൻസിൽവാനിയയിലെ ഒരു കോട്ടയിൽ നിന്ന്. ആ കോട്ടയുടെ പേര് കുപ്രസിദ്ധമാണ്, ഡ്രാക്കുള കോട്ട.
അത് കേട്ട് ഇരുവരും ഒരുപോലെ ഞെട്ടി. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? പുരാതനമായ ആ കോട്ടയിൽ പ്രഭു ഉപയോഗിച്ചിരുന്ന പലതരം സാധനങ്ങളുണ്ടായിരുന്നു. ചെകുത്താന്മാരെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെഴുകുതിരിക്കാലും അതും നിങ്ങളുടെ മുത്തച്ഛൻ്റെ പക്കലായിരുന്നു. നിങ്ങൾ അതും വിറ്റു. ആ ചിത്രത്തിലും മെഴുകുതിരിക്കാലുകളിലും ഡ്രാക്കുള പ്രഭുവിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടായിരുന്നു. എന്നാണോ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരാളുടെ കൈകളിലെത്തിയത്, അന്ന് പൈശാചിക ശക്തിക്ക് ജീവൻ വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ അത് കുഴപ്പമുണ്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കോൺറാഡ് പ്രഭുവിന് പൈശാചിക ശക്തികളെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില മുൻകരുതലുകൾ സ്വീകരിച്ചു. പുരോഹിതന്മാരെ കൊണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യിച്ചു മാത്രമാണ് ആ വസ്തുക്കൾ അകത്തേക്ക് കയറ്റിയത്. ഇന്ന് ആ പൈശാചിക ശക്തി സ്വതന്ത്രമായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അത് നിങ്ങളെയും തേടിയെത്തും. സാം നോക്ക്. ഹോ സാം, സൂക്ഷിച്ച്. എനിക്കൊന്നും കാണാൻ വയ്യ. നിങ്ങളെ തേടി ഇനി പലതും വരാനിരിക്കുന്നു. ഇതൊരു സൂചന മാത്രം. കാർ നിയന്ത്രണം വിട്ട് ഒരു മരത്തിലിടിച്ചു നിന്നു. ഹോ, ഒരു വിധത്തിൽ അവർ പുറത്തിറങ്ങി. ആ ഭീകരൻ വവ്വാൽ അതെവിടെ പോയി? ഞാനും കണ്ടതാണല്ലോ. അത് തോന്നലല്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ആര്? എന്തിന്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ക്രൂരനായ ആ പ്രഭു പേടിപ്പിക്കാതെ പോകുന്നുണ്ടോ? അയാളുടെ തിരിച്ചുവരവിന് ഒരിക്കൽ തടയിട്ടത് നിങ്ങളുടെ അപ്പൂപ്പനാണ്. ആ പക അവൻ്റെ ഉള്ളിൽ എരിയുന്നുണ്ട്. സാം, നമുക്ക് വേഗം പോകാം. എനിക്കെന്തോ ഭയമാകുന്നു. എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. താൻ ഇതിൽ കയറി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. ഇനി താൻ കാർ കയറണ്ട. കണ്ടറിയാത്തവർ കൊണ്ടറിയും. പോടോ. അവർ കാറിൽ കയറി അല്പം മുന്നോട്ട് നീങ്ങിയതും സാം, ദേ നോക്ക്, ചെന്നായ്ക്കൾ. പതിവിലുമധികം നീണ്ട കൊമ്പലുകളുള്ള ആ ചെന്നായ്ക്കൾ അവരുടെ കാറിന് മുകളിലേക്ക് ചാടിക്കയറി. അയ്യോ, എന്താണിത്?